കുറച്ച് നാളുകൾ മുൻപ് എല്ലാവരെയും ഞെട്ടിച്ച സംഭവമായിരുന്നു ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ വീട്ടിൽ ആക്രമിച്ച സംഭവം. ആ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ബാന്ദ്ര കോടതിയിൽ 1000-ലധികം പേജുള്ള വിശദമായൊരു കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ജനുവരി 16-നാണ് രാവിലെ ബാന്ദ്രയിലെ വീട്ടിൽ വെച്ച് സെയ്ഫ് ആക്രമിക്കപ്പെട്ടത്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, 1000 പേജുള്ള വളരെ വിശദമായ ഒരു കുറ്റപത്രം. ഈ കേസിൽ ഇപ്പോൾ ഒരൊറ്റ പ്രതി മാത്രമാണ് ഉള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ജനുവരിയിലായിരുന്നു ഈ സെയ്ഫ് അലി ഖാന് നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടായത്. അതും വീട്ടിൽ കയറി കത്തിക്കാട്ടി ഈ ആയനെ ഭീഷണിപ്പെടുത്തിയൊക്കെ ആയിരുന്നു ആ ഒരു ആക്രമണ ശ്രമം ഉണ്ടായത്. അത് വലിയ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. മാത്രമല്ല, സെയ്ഫ് അലി ഖാന് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് അന്ന് സംഭവിച്ചത്. ഈ പ്രതി കത്തി കൊണ്ട് കുത്തിയ കത്തി കഷ്ണങ്ങൾ വരെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഏകദേശം 2 മില്ലിമീറ്റർ എങ്കിലും താഴ്ന്നിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു എന്നാണ് അന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയത്. അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് സെയ്ഫ് അലി ഖാനെ കൊണ്ടെത്തിച്ച ഒരു ആക്രമണമായിരുന്നു. അന്ന് സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം ഇന്നലെ ബാന്ദ്ര കോടതിയിൽ സമർപ്പിച്ചത്. 1000 പേജുള്ള കുറ്റപത്രത്തിൽ വളരെ കൃത്യമായ വിശദാംശങ്ങളും വിവരങ്ങളും തെളിവുകളുമാണ് പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിയുടെ വിരലടയാളം, ഒപ്പം തന്നെ കത്തി കഷ്ണങ്ങൾ, സെയ്ഫ് അലി ഖാന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ കത്തി കഷ്ണങ്ങളും, ഒപ്പം ഈ പ്രതിയുടെ ഈ സമീപത്ത് നിന്ന് കണ്ടെത്തിയ കത്തിയുടെ കഷ്ണങ്ങളും, ഇത് രണ്ടും ഒരേ കത്തിയുടേതാണെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെയൊക്കെ ഫോറൻസിക് റിപ്പോർട്ട്, വിരലടയാള വിദഗ്ധരുടെ റിപ്പോർട്ട്, ഇതൊക്കെ മാച്ചിങ് ആണ്. മാത്രമല്ല, നിർണായകമായ CCTV ദൃശ്യങ്ങൾ, ഈ പ്രതി സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചതിന് ശേഷം വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന CCTV ദൃശ്യങ്ങൾ അന്ന് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതാണ് ഈ കേസിന് വഴിത്തിരിവായതും പ്രതിയെ തിരിച്ചറിയാനും ഈ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കാനൊക്കെ നിർണായകമായത് ആ CCTV ദൃശ്യങ്ങളാണ്. ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതൊക്കെ തെളിയിക്കാനായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രവുമല്ല, ഈ വീട്ടിൽ കയറി സെയ്ഫ് അലി ഖാന്റെ കുഞ്ഞിനെ തട്ടിയെടുത്ത് ആയയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ആക്രമണം നടന്നതും. അതിനുശേഷം സെയ്ഫ് അലി ഖാനെ കുത്തി വീണ്ടും സെയ്ഫ് അലി ഖാൻ രക്ഷപ്പെടാൻ വേണ്ടി വീടിന്റെ ബാത്റൂമിൽ കയറുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ഈ പ്രതി പിന്നീടും വീണ്ടും കുത്തിയാണ് പരിക്കേൽപ്പിച്ചത്. 16ഓളം മുറിവുകളാണ് അന്ന് സെയ്ഫ് അലി ഖാന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ വ്യക്തമാക്കുന്ന കൃത്യമായ തെളിവുകൾ അടക്കം ഇതൊക്കെ തെളിയിക്കാൻ കഴിഞ്ഞു, സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് നിർണായകമാവുക. എന്തായാലും ഈ കുറ്റപത്രം സമർപ്പിച്ചതോടെ കേസിൽ ഇനി തുടർ നടപടികൾ അത് വേഗത്തിലാകും. ശ്രീജ, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.